ചേന്നമംഗലൂർ ചാലക്കൽ തടായി റോഡ് ഉദ്ഘാടനം നാടിന്റെ ഉത്സവമാക്കി. മുക്കം നഗരസഭയും നാട്ടുകാരുടെയും സഹകരണത്തോടെ റോഡ് നവീകരിച്ച ടാറിംഗ് പൂർത്തിയാക്കിയാണ് സഞ്ചാരയോഗ്യമാക്കിയത്. 16 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് ആധുനിക രീതിയിൽ റോഡ് നവീകരിച്ചത്. മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു ഉദ്ഘാടനം ചെയ്തു. മുക്കം നഗരസഭയിലെ 33 ഡിവിഷനുകളിൽ വികസന പ്രവർത്തനങ്ങൾക്ക് തുല്യമായ ഫണ്ടാണ് ഇക്കുറി അനുവദിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. റോഡ് ഉയർത്തിക്കെട്ടിയും നാട്ടുകാരുടെ സഹകരണത്തോടെയും റോഡിന്റെ പ്രവൃത്തി പൂർത്തിയാക്കാനായതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാ ഡിവിഷനുകളിലും അടിസ്ഥാന സൗകര്യത്തിനും റോഡിനും പശ്ചാത്തല വികസനത്തിനും തുല്യ ഫണ്ടിലൂടെ ഭരണസമിതി പദ്ധതി ആവിഷ്കരിച്ച പ്രവൃത്തികൾ നടത്തുകയാണ്. നമ്മുടെ ഓരോ ഈ പദ്ധതിയുടെ അവസാന ഘട്ടമാണ്. ഈ മാർച്ച് ആകുമ്പോൾ ഞങ്ങൾക്ക് എല്ലാ വർഷവും പൂർത്തീകരിച്ചു പണം ചെലവഴിക്കണമെന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് നിറവേറ്റാനുള്ള തിരക്കിലാണ്. അതോടൊപ്പം അടുത്ത വർഷത്തേക്കുള്ള പദ്ധതി രൂപം കൊടുക്കുകയും വേണം. അങ്ങനെ ഒരു അവസരം ഇതുവരെ ഇല്ല, അങ്ങനെ ഒരു ടൈമും ഉണ്ടായിട്ടില്ല. അപ്പം ഈ പദ്ധതി നടപ്പിലാക്കുകയും അടുത്ത വർഷത്തേക്കുള്ള പദ്ധതി ആസൂത്രണം ചെയ്ത് ഈ ജനുവരി ആകുമ്പോൾ അംഗീകാരം വാങ്ങുകയും വേണം. അതിൻ്റെ തിരക്കിലാണ് ഇപ്പോൾ എല്ലാ വാർഡിലും ഇതുപോലെയുള്ള വർക്ക് നടക്കുന്നുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ആഗ്രഹം ഇത് എല്ലാ വർക്കുകളും പൂർത്തീകരിക്കണമാണ്. അപ്പോൾ ഇനി നമ്മൾക്ക് പദ്ധതി വെച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനിടയിൽ എല്ലാ വർക്കും പൂർത്തീകരിക്കാറില്ല. 33 ഡിവിഷനുകളിലും ഈ നഗരസഭയിലെ 33 ഡിവിഷനുകളിലും തുല്യമായി ഫണ്ട് അനുവദിച്ചുകൊണ്ടാണ് എൻ്റെ പ്രതി ചെറിയുണ്ടെങ്കിലും ആരെയും ഒഴിവാക്കാതെ എല്ലാവർക്കും തുല്യമായി ഫണ്ട് അനുവദിച്ചുകൊണ്ടാണ് എല്ലാ പ്രവർത്തികളും നടത്തുന്നത്. വാർഡ് കൗൺസിലർ ഫാത്തിമ കൊടപ്പന അധ്യക്ഷത വഹിച്ചു. 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയുടെ 14 ലക്ഷം രൂപയും നാട്ടുകാരുടെ 1 ലക്ഷവും ചേർത്ത് 15.5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് പണി പൂർത്തിയാക്കിയതെന്ന് വാർഡ് കൗൺസിലർ ഫാത്തിമ കൊടപ്പന എൻലൈറ്റ് ന്യൂസിനോട് പറഞ്ഞു. മുക്കം മുനിസിപ്പാലിറ്റി 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 14.5 ലക്ഷം രൂപ അനുവദിച്ചു. 2 വർഷം 1.5 വർഷം കൊണ്ട് ഈ പണി പൂർത്തീകരിച്ചു. പിന്നെ പ്രദേശവാസികളുടെ എല്ലാവിധ സാമ്പത്തികമായും അല്ലാതെയുമുള്ള സഹകരണം പൂർണ്ണമായും ലഭിച്ചിട്ടുണ്ട്. 1 ലക്ഷത്തിലധികം രൂപ ഈ പ്രദേശവാസികൾ ആണ് ഇതിന് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ കൂടി 15.5 ലക്ഷം രൂപയുടെ പ്രൊജക്റ്റാണ് ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത്. കൗൺസിലർമാരായ സാറ കൂടാരം, A അബ്ദുൽ ഗഫൂർ, മുൻ കൗൺസിലർ ഷഫീഖ് മാടായി, KP അഹമ്മദ് കുട്ടി, EKK ബാവ, TN അബ്ദുൽ അസീസ്, വാട്ട് ഉണ്ണിമോയി, KT സഹീർ, O സഫിയ ടീച്ചർ, KT നൂർജഹാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പായസവും മിഠായിയും വിതരണം ചെയ്തു.